എന്റെ ഒരു റിലേറ്റീവ് കഴുത്തിന് ചുറ്റും കറുപ്പാണ്. അവർക്കതൊന്ന് ഭയങ്കര ടെൻഷനാണ്. അത് എന്തുകൊണ്ടാണ് പറഞ്ഞത്? അതിന് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുമോ? സന്ധ്യയുടെ റിലേറ്റീവിന് എങ്ങനെ വണ്ണം ഉണ്ടോ? ആളിന് കുറച്ച് സാധാ സൈസ് തന്നെ, ഒരുപാട് വണ്ണമൊന്നും പറയാനില്ല. ഒരുപാട് വണ്ണമൊന്നുമില്ല. ആള് എന്തെങ്കിലും ഷുഗറോ അങ്ങനെ എന്തെങ്കിലും മറ്റെന്തെങ്കിലും അസുഖങ്ങളുള്ള ആളാണോ? അങ്ങനെയൊന്നുമില്ല, ഇതുവരെ പഠിച്ചിട്ടില്ല. ചെറുതായിട്ട് തോന്നുന്നില്ല. ഓക്കെ. തൈറോയ്ഡ് ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. തൈറോയ്ഡ് സംബന്ധമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലും അങ്ങനെ വരാം. കാരണം ഹോർമോണലാണ് കൂടുതൽ ആളുകൾക്ക് കണ്ടുവരുന്നത്. പിന്നെ കുറച്ച് പൊണ്ണത്തടി അതേപോലെ തന്നെ എന്തെങ്കിലും ഉണ്ടോ എന്നൊന്ന് നോക്കണം. ഇപ്പോൾ സാധാരണ ഗതിയിൽ ഈ ഒരു അസുഖത്തിന് പറയുന്നത് അക്കാന്തോസിസ് നൈഗ്രിക്കൻ എന്നാണ്. അക്കാന്തോസിസ് നൈഗ്രിക്കൻ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേര് ഇപ്പോൾ കാണുന്നുണ്ട്. നമുക്കിപ്പോൾ ക്ലിനിക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ആളുകൾക്ക് നമുക്ക് ഈ ഒരു കണ്ടീഷൻ നമുക്ക് കാണാൻ പറ്റും. കഴുത്തിന് ചുറ്റും കറുപ്പ് വരിക, അല്ലെങ്കിൽ ഫോൾസിലൊക്കെ കറുപ്പ് വരിക. കാരണം അത് കാരണം തന്നെ അവർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. പുറത്തേക്ക് പോകുമ്പോഴൊക്കെ അവർ വല്ലാത്തൊരു മാനസിക പ്രയാസം അനുഭവിക്കുന്നുണ്ടെന്നാണ് എൻ്റെ അടുത്ത് സാധാരണ പേഷ്യൻസ് വരുമ്പോൾ പറയുന്നത്. ശരിക്കും ഈ ഒരു കണ്ടീഷൻ നമ്മൾ പറയുന്നതാണ് അക്കാന്തോസിസ് നൈഗ്രിക്കൻസ്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ വരാൻ ഒത്തിരി കാരണങ്ങളുണ്ട്. കാരണം ചിലപ്പോൾ ഇതൊരു ഹോർമോണൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഡയബറ്റീസിൻ്റെ ഭാഗമായിട്ട് വരാം, ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റീസൺസ്, എന്തെങ്കിലും അണ്ടർലൈങ് ഓർഗൻസ്, അതായത് എന്തെങ്കിലും നമ്മുടെ മെയിൻ വൈറ്റൽ ഓർഗൻസ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ വരാം. അപ്പം ഈ ഒരു കണ്ടീഷന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വളരെ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റും. ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. കൃത്യമായ ട്രീറ്റ്മെൻറ്റ്സ് ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ കെയറും കൂടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അസുഖത്തിന് നല്ലതായിട്ട് വ്യത്യാസം വരും. അപ്പം ഇപ്പം ഉള്ള നമ്മുടെ കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ്സിൽ ഇതിൻ്റെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് അതിൻ്റെ ഒരു ആഫ്റ്റർ കെയർ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് ഈ ഒരു കണ്ടീഷന് വറി ചെയ്യേണ്ട. കാരണം ഇപ്പോൾ നമ്മുടെ കൈയുടെ ഫോൾഡിലാണെങ്കിലോ അല്ലെങ്കിൽ കക്ഷത്തിലോ അല്ലെങ്കിൽ മുട്ടിനോ ഒക്കെ ഇത് വരാൻ ഉള്ള സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കണ്ടീഷൻ കാണുമ്പോൾ അതിന് ഒരു നല്ല ഒരു കോസ്മെറ്റോളജിസ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ ഒരു ഏസ്തെറ്റിക് ഫിസിഷ്യനൊക്കെ പോയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അല്ലാതെ കൂടുതൽ നിങ്ങൾ അതിനെ പറ്റിയിട്ട് ആകുലതരാകുകയോ അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള പരീക്ഷണങ്ങൾ ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇതിനെ പ്രോപ്പറായിട്ട് അതിൻ്റെ കാരണം കണ്ടുപിടിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ സന്ധ്യ വരാൻ പറഞ്ഞാൽ മതി, നമുക്ക് കറക്റ്റായിട്ട് തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്തെടുക്കാം.